ഗെയിം ഓഫ് ത്രോൺസിലെ ചെന്നായ്ക്കൾ തിരികെ എത്തുകയാണ്. 12,500 വർഷങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞ് ഹിമയുഗത്തിൽ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് പറയപ്പെടുന്ന ഡെയർ വ്യൂൾസുകൾ ഇനി ഒരു ഹോളിവുഡ് സൃഷ്ടി മാത്രമല്ല, ഇനി അത് ശാസ്ത്രവും കൂടിയാണ്. ജീൻ എഡിറ്റിംഗ് സാങ്കേതിക വിദ്യയിലൂടെ 12,500 വർഷം മുമ്പ് മൺമറഞ്ഞുപോയ ഡെയർവുൾഫ് എന്ന ചെന്നായയെ പുനഃസൃഷ്ടിച്ച് അമേരിക്കൻ ബയോടെക് കമ്പനിയായ കൊളോസിയൽ ബയോസയൻസ്. കൊളോസിയൽ എക്സിലൂടെ ഡെയർവുൾഫ് ചെന്നായക്കുട്ടികളുടെ ഓരിയിടൽ ശബ്ദത്തിനൊപ്പം 10,000 വർഷങ്ങൾക്ക് ശേഷം ലോകം ആദ്യമായി കേൾക്കുന്ന ഡെയർവുൾഫിന്റെ ഓരിയിടലാണിത് എന്ന അടിക്കുറിപ്പോടുകൂടിയാണ് റോമുലസിന്റെയും റെമസിസിന്റെയും ചിത്രം പങ്കുവച്ചത്. പുരാതന DNA, ക്ലോണിംഗ്, ജീൻ എഡിറ്റിംഗ് എന്നിവ ഉപയോഗിച്ചാണ് ഈ ചെന്നായ കുട്ടികളെ സൃഷ്ടിച്ചതെന്നാണ് കൊളോസിയൽ ബയോസയൻസ് കമ്പനി വ്യക്തമാക്കുന്നത്. HBO പരമ്പരയായ ഗെയിം ഓഫ് ത്രോൺസ് ആണ് ഈ ചെന്നായയെ ജനപ്രിയമാക്കിയത്. ഇതിൽ ആൺ ചെന്നായകൾ കഴിഞ്ഞ വർഷം ഒക്ടോബറിലും ഖലീസി എന്ന പെൺചെന്നായ ഈ വർഷം ജനുവരിയിലുമാണ് ജനിച്ചത്. രഹസ്യ കേന്ദ്രത്തിലാണ് 3 ഡെയർവുൾഫുകളെയും പാർപ്പിച്ചിരിക്കുന്നത് എന്ന് കൊളോസിയൽ CEO ബെല്ലാം അറിയിച്ചു. ശാസ്ത്രലോകം ഇതിനെ ഒരു നിർണായക നേട്ടമായാണ് കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.